ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കറുത്ത എള്ള് കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ അളവ് കൂട്ടാനൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ഒക്കെ എള്ളിന് വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് കറുത്ത എള്ള്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/4 കപ്പാണ് എള്ളെടുത്തേക്കുന്നത്. നമുക്ക് 1/2 കപ്പോ 1 കപ്പോ നമുക്ക് എത്രയാണോ തയ്യാറാക്കി വെക്കേണ്ടത് അതനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ എള്ളൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഒരു മിനിറ്റ് കൂടെ ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. വളരെ ഹെൽത്തിയാണ്. അപ്പം നമ്മൾ ഡെയിലി ഇത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇപ്പം നമ്മുടെ എല്ലാ എള്ളും ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എള്ള് എത്രയാണോ എടുത്തേക്കുന്നത് ആ അളവിൽ തന്നെ തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത്. വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അല്ലാതെ ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പരുവം മാത്രം മതി. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരയാണ്. അത് ഒന്നെങ്കിൽ നമുക്ക് പനഞ്ചക്കര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശർക്കരയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ലേശം നമ്മുടെ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ജീരകവും ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് വെച്ചിരുന്ന ശർക്കര പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഏലക്കയും നല്ല ജീരകവും അതുപോലെ തന്നെ ഒരു ഇച്ചിരി ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ തേങ്ങയും എള്ളും ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ. ഇപ്പൊ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇടാം. നമുക്ക് എത്ര ദിവസത്തേക്കാണോ തയ്യാറാക്കി വെക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് എള്ളിന്റെ അളവ് കൂട്ടി കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ബോൾസ് ആയിട്ട് നമുക്കിതൊന്ന് എടുക്കാം. ഇതിൽ ഓൾറെഡി നമ്മുടെ എള്ളിനൊരു എണ്ണമയം ഉണ്ട്. പിന്നെ നമ്മൾ തേങ്ങയും കൂടി ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ അഡീഷണൽ നെയ്യൊന്നും ചേർക്കാത്തത്. അത് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെൽത്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏത് പ്രായക്കാർക്ക് വേണമെന്നെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡെയിലി ഇത് ഓരോ ഉണ്ട വീതം കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.